ഓപ്പറേഷൻ സിന്ദൂർ നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാൻ സ്ഥലങ്ങളുടെ പേരിൽ ഇതാ ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് വ്യോമസേന. വ്യോമസേനയുടെ 93-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക വിരുന്നിലെ മെനു ഇങ്ങനെയാണ്: റാവൽപിണ്ടി ചിക്കൻ ടിക്ക മസാല, ഭോലാരി പനീർ മേത്തി മലായ്, ബാലാക്കോട്ട് തിരമിസു തുടങ്ങിയവയാണ് പ്രധാന വിഭവങ്ങൾ. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ പാകിസ്ഥാനിലെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളൊക്കെ വറുത്തു പൊരിച്ച് നമ്മളങ്ങ് എടുക്കുകയാണല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പ്രതീകാത്മകമായ ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ കൈമാറുകയും ചെയ്യുന്നത്. വ്യോമസേനയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പങ്കുവഹിച്ചത് എന്ന് നമുക്കറിയാം. ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഈ വാർഷികാഘോഷ ചടങ്ങിൽ ഓപ്പറേഷൻ സിന്ദൂരായിരുന്നു പ്രമേയവും. അതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിലെല്ലാം ഓപ്പറേഷൻ സിന്ദൂർ മുൻനിർത്തിയായിരുന്നു പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. അതിനുശേഷം നൽകിയ അത്താഴ വിരുന്നിൽ നൽകിയ വിഭവങ്ങളും ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ പാകിസ്ഥാനിൽ തകർത്ത തന്ത്രപ്രധാനമായ മേഖലകൾ, വ്യോമതാവളങ്ങൾ എന്നിവയുടെ പേരുകൊണ്ടുള്ള വിഭവങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ കൗതുകമായി വലിയ തോതിൽ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് റാവൽപിണ്ടി ചിക്കൻ ടിക്ക മസാല, ഭോലാരി പനീർ മേത്തി മലായ്, ബാലാക്കോട്ട് തിരമിസു, ഒപ്പം ബഹാവൽപൂർ നാൻ, മുസാഫറാബാദ് കുൽഫി ഫലൂദ എന്നിങ്ങനെയാണ് പല വിഭവങ്ങൾക്ക് അത്താഴ വിരുന്നിനൊരുക്കിയ വിഭവങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. വിനീത പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയെന്നും ഇന്ത്യയെ ആക്രമിച്ചുവെന്നൊക്കെ കള്ള പ്രചരണം നടത്തുന്നതിനിടെ ഈ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ ആക്രമിച്ച സ്ഥലങ്ങളാണ്, തകർത്ത വ്യോമതാവളങ്ങളാണ്. സമാനമായി അതിനെ പ്രതീകാത്മകമായി ആവിഷ്കരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന വ്യോമസേനയുടെ വാർഷികാഘോഷ ചടങ്ങിൽ ഇത്തരത്തിലുള്ള പേരുകൾ വിഭവങ്ങൾക്ക് നൽകിയത്. വിനീത, ശരി, ഏതായാലും രസകരമായ പേരുകൾ തന്നെയാണ്. പക്ഷേ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ ഒരു തിലകക്കുറി തന്നെയാണ്. അതിന്റെ പ്രതീകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും. അതിലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്